ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജെൻജെ. ഇന്നൊരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു വീഡിയോ കൊണ്ട് വന്നതാണ്. ഒരു പ്രത്യേക കാരണം എന്താണെന്ന് ചോദിച്ചാല്, നമ്മളെ കസ്റ്റമേഴ്സ് കുറെ ആളുകളുണ്ട് ഒരു പോസ്റ്റിങ്ങിനെ നമുക്ക് ഷെയർ ചെയ്ത് തരുന്നത്. ഇതെന്താണ്, ഇതിന്റെ വാസ്തവം എന്താണെന്ന് ചോദിച്ചാണ്ട് ഒരു DGPയുടെ ഒരു വീട്ടിൽ സോളാർ വെക്കുമ്പോൾ ഓൺ ഗ്രിഡ് വെക്കല്ലേ, KSEB കട്ടുകൊണ്ട് പോകും. KSEBക്കെതിരെ മുൻ DGP ശ്രീലേഖ എന്ന് പറഞ്ഞാണ്ട് ഇന്ന് ഓൺലൈൻ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ, ഒരു പോസ്റ്റാണ്. അതിന്റെ വാസ്തവം എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ആ പോസ്റ്റിന്റെ അടിയിൽ ഒരു കറണ്ട് ബില്ല് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഈ കറണ്ട് ബില്ലിനെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായാല് കമന്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. 20,000 രൂപയോളം 2 മാസത്തിൽ കറണ്ട് ബില്ല് ഉണ്ടായിരുന്നു എന്ന് അവർ സമ്മതിക്കുന്നുണ്ട്. ഈ 20,000 രൂപയോളം കറണ്ട് ബില്ലുള്ള ഒരു വ്യക്തി, അതായത് 12 കിലോവാട്ടോളം അവർക്ക് കോണ്ടാക്ട് ഡിമാൻഡ് ഉണ്ട്. KSEBയിൽ കണക്റ്റഡ് ലോഡ് പോലും 12 കിലോവാട്ടിന്റെ മുകളിലുള്ള ഒരു വ്യക്തി, അവർക്ക് ഉപയോഗം 2 മാസത്തെ കറണ്ട് ബില്ല് 20,000 രൂപ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ദിവസത്തെ ഉപയോഗം വരുന്നത് 40 യൂണിറ്റിന്റെ മുകളിലാണ്. ആ 40 യൂണിറ്റിന്റെ മുകളിൽ ഉപയോഗമുള്ള ഒരു വ്യക്തി ഒരിക്കലും 5 കിലോവാട്ട് സോളാർ കൊണ്ട് ഒരിക്കലും തൃപ്തിയാവില്ല. അവർ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുള്ള വെറും 5 കിലോവാട്ടാണ്. അവർക്ക് 5 കിലോവാട്ടുമൊന്നും ഒരു ദിവസം 400 to 500, ഒരു മാസത്തിൽ 400 to 500 യൂണിറ്റ് ഉൽപാദനം ഉണ്ടെങ്കിലും KSEB അത് വെറും 300, 200 to 300 കാണുന്നുള്ളൂ എന്നും ഒരു പരാതി ഉണ്ട്. അതിനൊക്കെ പ്രത്യേക കാരണങ്ങളുണ്ട്. കാരണം അതായത് ഒരു ദിവസം വെറും 20 യൂണിറ്റ് 22 യൂണിറ്റ് മാത്രം ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള 5 കിലോവാട്ട് സോളാർ അവർക്ക് 40 യൂണിറ്റ് ഒരു ദിവസം ഉപയോഗമുള്ള സ്ഥലത്ത് ഒരിക്കലും ഇൻസ്റ്റാൾ ചെയ്തിട്ട് കാര്യമില്ല. അവർ വീണ്ടും കറണ്ട് ബില്ല് അടക്കേണ്ടി വരും. മാത്രമല്ല, ഇവർക്ക് ഒരു ദിവസത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാല് ഏതാണ്ട് 20 യൂണിറ്റ് ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ പകൽ സമയത്ത് ലൈവായിട്ടുള്ള ഉപയോഗങ്ങൾ കഴിഞ്ഞിട്ടുള്ളത് മാത്രമേ KSEBക്ക് പോകുള്ളൂ. അത് ഞാൻ വേറൊരു വീഡിയോയിൽ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പകൽ സമയത്ത് എത്രയാണോ യൂണിറ്റ് ഉപയോഗമുള്ളത്, ആ യൂണിറ്റ് കഴിഞ്ഞതിന് ശേഷം, ജനറേഷനിൽ നിന്നും ആ യൂണിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ KSEBക്ക് ബാക്കി യൂണിറ്റുകൾ പോകുള്ളൂ. അല്ലാതെ മൊത്തം ഉൽപാദനം, മൊത്തം ജനറേഷൻ മൊത്തം KSEBയിലേക്ക് പോവുകയല്ല ചെയ്യുന്നത്. അതിന് വേറെ മീറ്റ് പറയുന്നത് അവർക്ക് സോളാർ വെച്ചിട്ടും വീണ്ടും കറണ്ട് ബില്ല് വരുന്നു എന്നുള്ളതാണ്. അവരുടെ ഉപയോഗം അതിനേറെ കൂടിയിട്ടുണ്ടാവും. ഒന്ന്, അവര് 3 സമയത്തുള്ള കറണ്ട് ബില്ലുകൾ ഞാൻ ഇതിൽ കാണിക്കാം. ഏതാണ്ട് അത് പ്രകാരം തന്നെ അവർക്ക് ഒരു ദിവസത്തേക്ക് 42 യൂണിറ്റ് അവർ KSEBയിൽ നിന്ന് എടുക്കുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് അവര് 5 കിലോവാട്ട് സോളാർ കൊണ്ട് തൃപ്തിയാകുന്നത്? ഒരിക്കലും അവർക്ക് തൃപ്തിയാകാൻ കഴിയില്ല. അവർക്ക് ഉപയോഗിച്ച് മുതലാക്കാൻ കഴിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു 10 അല്ലെങ്കിൽ 15 കിലോവാട്ട് ഓൺ ഗ്രിഡ് സോളാർ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് മൊത്തം ജനറേഷനും അവരെ നിലവിലെ ഉപയോഗങ്ങൾ അവർ കവർ ചെയ്ത് പോവാൻ കഴിയുള്ളൂ. അല്ലാതെ ഒരിക്കലും ഇത് KSEBയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഫാൾട്ടൊന്നും ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അവരുടെ ബില്ലിനെ കുറിച്ചും എനിക്ക് കംപ്ലൈന്റുകളൊന്നും പറയാനില്ല. കാരണം ഇതിൽ അവർ 3 സമയങ്ങളിലായിട്ട് 1000ന്റെ മുകളിൽ ഉപയോഗമുണ്ട്. സമയങ്ങളിലായിട്ട് 1000ന്റെ മുകളിൽ ഉപയോഗം ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു ദിവസം 42 യൂണിറ്റോളം അവർ KSEB എടുക്കുന്നുണ്ട്. അതിന് പകരം അങ്ങോട്ട് കൊടുത്തത് എത്രയെന്നറിയോ? പകൽ സമയത്ത് നമ്മൾ 600 യൂണിറ്റ് 500 യൂണിറ്റ് ഒക്കെ ജനറേഷൻ ഉണ്ടായിട്ട് ഒരു മന്ത്ലി 500 യൂണിറ്റ് മന്ത്ലി ജനറേഷൻ ഉണ്ടായിട്ട് പോലും 200 ചില്ലാന യൂണിറ്റ് മാത്രമാണ് KSEB കൊടുക്കാണ്ടായിട്ടുള്ളത്. കാരണം അവർ പകൽ സമയത്ത് ഉപയോഗിക്കുന്നുണ്ട്. ആ ഉപയോഗം കഴിഞ്ഞിട്ടുള്ളത് മാത്രമാണ് KSEBക്ക് പോകുള്ളൂ. അത് നമ്മൾ മുമ്പ് വീഡിയോയിൽ പറഞ്ഞതാണ്. ഈ പോസ്റ്റിന്റെ അവസാനം പറയുന്നുണ്ടല്ലോ, ആർക്കെങ്കിലും കറണ്ട് ബില്ലിനെ കുറിച്ച് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ പറയണമെന്നുണ്ട്. ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞതാണ്, അല്ലാതെ ആരെ ഒന്നും ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല. KSEBനെ പൂർണ്ണമായും ന്യായീകരിക്കല്ല. KSEBയുടെ ഭാഗത്തും പല ജനറേഷൻ ഡ്യൂട്ടി ഇപ്പൊ പുതിയ കൊണ്ടുവന്നതാണ്, ഫ്യൂൽ ചാർജ് പുതിയ കൊണ്ടുവന്നതാണ്. അതേപോലെ ഫിക്സഡ് ചാർജിൽ ഫിക്സഡ് അല്ലാത്ത മാറ്റങ്ങൾ വന്നു. ഫിക്സഡ് ചാർജിന് യൂണിറ്റിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി. പല കാര്യങ്ങളും ഇപ്പൊ മാറ്റം വരുത്തിയിട്ടുണ്ട്. അതൊന്നും ആളുകൾ ചോദ്യം ചെയ്തിട്ടില്ല എന്നുള്ളത് വേറെ വാസ്തവമാണ്. പക്ഷെ ഇവിടെ ഈ ഒരു പോസ്റ്റ് തികച്ചും സോളാർ ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കും സോളാർ ഇൻസ്റ്റാളേഷൻ ചെയ്ത ആളുകൾക്കും സോളാർ ഇൻസ്റ്റാളേഴ്സിനും വളരെ അധികം ബുദ്ധിമുട്ടാക്കുന്ന ഒരു പോസ്റ്റാണ് ഈ ഒരു പോസ്റ്റ്. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഓക്കെ, എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അടിയിൽ കമന്റിലൂടെ ചോദിച്ചോളൂ, അല്ലെങ്കിൽ ഗൂഗിളിൽ JNJ ടെക്നോളജീസ് എന്ന ഗൂഗിളിലൂടെ എനിക്ക് ചോദിക്കാം. എന്റെ നമ്പർ ഉണ്ട്. ഓക്കെ, താങ്ക് യു.